ഇന്ന് അച്ഛൻ്റെ കുഞ്ഞു റൂമിലാണ് കേട്ടോ ഇന്ന് എൻ്റെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇതാ തൂങ്ങി കിടന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. അച്ഛൻ്റെ കൈ കൊണ്ട് തുന്നി ചേർത്ത കുറേ ഐറ്റംസ്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞൊരു ഓർഗനൈസറാണ്, തുണിയിൽ നെയ്തെടുത്ത ഒരു ഓർഗനൈസർ. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കേക്കിൻ്റെ ചട്ടയിൽ നിന്ന് ഒരു കേക്കിൻ്റെ കഷ്ണം പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പുതിയൊരു കല്യാണ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ഔട്ടർ പേപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പൊക്കിയിട്ടുണ്ട്, കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു ഔട്ടർ കവറിങ് കാണാം. അപ്പോൾ നമുക്കിതൊരു അടിപൊളി ഒരു വിഷസ് കാർഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ചെറുതായി മടക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും പോർഷൻ ഇങ്ങനെ വേണ്ട. ഇനി ഇതിൻ്റെ മുകളിൽ ഈ കേക്കിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് രണ്ട് പേപ്പർ രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കാർഡിൻ്റെ ഫ്രണ്ട് പേജ് നമ്മളിതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും അട്രാക്ട് ചെയ്തത് തന്നെ ഈ കാർഡിൻ്റെ ഈ ഔട്ടർ കവറിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് പേജ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചിട്ട്. ഇനി നമുക്ക് ഉള്ളിലും കൂടി കുറച്ച് വർക്കും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബർത്ത്ഡേ കാർഡ് റെഡി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ട് കിട്ടിയ ഐറ്റംസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യപരിപാടികളിലേക്ക് കടന്നു. ആകെ ഒരു സ്കെച്ച് പെന്ന് മാത്രം മതി. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതാ സിമ്പിൾ സ്കെച്ച് പെന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വിഷസ് ഇത് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കളർഫുൾ ആക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുഞ്ഞു മുറി എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവാണ് കേട്ടോ. കാണാൻ പഴയ വീടാണെങ്കിലും ഈ മുറി അതിൽ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു കുഞ്ഞു റൂമാണ്. ഇത് പണ്ടത്തെ വീടിൻ്റെ ചായ്പ് എന്ന് പറയുന്ന ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അച്ഛൻ തയ്ക്കുകയും ചെയ്യും, അതുപോലെ അച്ഛനെ പുറത്തെ എന്തൊക്കെയാണ് നടക്കണമെന്ന് ജസ്റ്റ് അറിയുകയും ചെയ്യാം. ഉമ്മറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കിളിവാതിലുണ്ട്. ആ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വഴിയും കാണാം. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കാണാൻ ചെയ്യാം. അത്യാവശ്യം വെന്റിലേഷൻ കിട്ടുന്ന ഒരു ചെറിയ റൂം. പഴയ വീടായതിൻ്റെ ആ റൂമിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ കാർഡ് റെഡി ആയിട്ടുണ്ട്, ഉള്ളിലൊക്കെ എഴുതി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കിട്ടുന്ന കാർഡ് ഐറ്റംസ് ഒന്നും സിമ്പിൾ ആയിട്ടുള്ളത് വെറുതെ ഒന്ന് കളയണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്നേഹ സമ്മാനം കണ്ടോ. പിന്നെ ഈ കല്യാണക്കുറിയുടെ ഒപ്പം തന്നെ ഒരു ബോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു നല്ല ഫ്രഷ് കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ന്യൂ ഇയറും കൂടി വിഷ് ചെയ്യുന്നു.